ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിവാദപരമായ ഒരു വാർത്തയാണ് ഞങ്ങളും പുറത്തുവിടുന്നത്. ഇതിനകം നിങ്ങൾ അറിഞ്ഞു കാണും. ഇവിടെ ബിഗ് ബോസ് 6ാം സീസണിൽ 5ാം സീസണിൽ പങ്കെടുത്ത വിജയിയായ അഖിൽ മാരാർ ആരോപണങ്ങളുടെ ശരവർഷമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ഈ ഷോയുടെ നായകനായ, ഈ ഷോയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശസ്ത നടൻ മോഹൻലാൽ ഈ ഷോയിൽ നിന്ന് പോകാൻ പോകുന്നു. ഇങ്ങനെയും വാർത്തകൾ പല വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ആ സത്യാവസ്ഥയിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് മോശമായ പരാമർശങ്ങളുമാണ് അഖിൽ മാരാർ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ആലോചിക്കണം. വേറൊന്നുകൊണ്ടല്ല, ഇതൊരു ഇൻ്റർനാഷണൽ ഷോയാണെന്ന് ആലോചിക്കണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിലാണ് ഈ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തയായ ശില്പ ഷെട്ടി ഈ ഷോയിലൂടെ വന്നാണ് വാർത്താ പ്രാധാന്യം നേടിയെന്നാലോചിക്കണം. ഈ ഷോ, ഒറ്റ ഷോ കൊണ്ട് മാത്രം അവർ പ്രശസ്തയായി മാത്രമല്ല കോടാനുകോടികൾ സമ്പാദിച്ച് നായികയായി എന്നാലോചിക്കണം. ഹിന്ദിയിലാണ്, നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് ഹിന്ദിയിലാണ് ഈ ഷോ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ അവതാരകൻ സൽമാൻ ഖാനാണെന്ന് ആലോചിക്കണം. ഈ കഴിഞ്ഞ 20 വർഷമായി ഈ ഷോ തുടങ്ങിയിട്ട്. അപ്പോൾ തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്, തെലുങ്കിലുണ്ട്, കന്നഡത്തിലുണ്ട്, മലയാളത്തിലുണ്ട്, നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. ഈ തമിഴിൽ കഴിഞ്ഞ 7-8 വർഷമായിക്കൊണ്ട് ഈ ഷോ നടത്തിക്കൊണ്ട് പോകുന്നത് കമലഹാസനാണെന്ന് ആലോചിക്കണം. മലയാളത്തിൽ മോഹൻലാൽ. കന്നഡയിൽ ഈച്ച എന്നുള്ള വളരെ പ്രശസ്തമായ സിനിമയുണ്ട്. അതിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച സുദീപാണ് ആ ഷോ നടത്തിക്കൊണ്ട്. ഇങ്ങനെ ഓരോ ഭാഷയിലും പ്രശസ്തരായ നടന്മാരാണ് ഈ ഷോ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ഷോയുടെ റേറ്റിംഗ് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആലോചിക്കണം. 24 മണിക്കൂറും നടന്നുകൊണ്ടൊരു ഷോയാണെന്ന് ആലോചിക്കണം. ഇത് കാണാൻ ആൾക്കാർ, ഇത് നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ, ഈ ഷോയുടെ പ്രത്യേകത, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും ഈ ഷോ കാണുമോ? അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ ഷോ കോടാനുകോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ആലോചിക്കണം. ഇപ്പം മലയാളത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്, ഇതിലെ കഴിഞ്ഞ സീസണിൽ 5ാമത് ഇതിൻ്റെ വിജയിയായ അഖിൽ മാരാർ എന്ന ചെറുപ്പക്കാരനാണെന്ന് ആലോചിക്കണം. അത് ഈ ഷോയെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയണമെങ്കിൽ തന്നെ ഈ ഷോയിൽ പങ്കെടുത്തുകൊണ്ട് 1 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അഖിൽ മാരാർ ഒരു ദുർഭൂതത്തെ പുറത്തു വിട്ടിരിക്കുന്നു. കാരണം എന്താ? ഈ ഷോയിൽ പലതും നടക്കുന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് പലതും നടക്കുന്നു, പലരെയും ഭ്രാന്തന്മാരാക്കുന്നു എന്നാണ് അഖിൽ മാരാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പലരും കണ്ടു കഴിഞ്ഞു എന്നാലോചിക്കണം. നമ്മൾ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. എല്ലാ രംഗത്തും പ്രശ്നങ്ങളുണ്ടായിരിക്കാം, എല്ലാ രംഗത്തും സ്ത്രീകളുണ്ടായിരിക്കാം, അവരിൽ നല്ലവരും ചീത്തവരും ഉണ്ടായിരിക്കാം. പറഞ്ഞു വരുമ്പോൾ നമ്മൾ 10-20 സ്ത്രീകൾ ഒരു പ്രോഗ്രാം പങ്കെടുക്കുമ്പോൾ ആ സ്ത്രീകളെ മൊത്തം പറയുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്നു ആലോചിക്കണം. തെറ്റ് ചെയ്യാത്തവരുണ്ട്, തെറ്റ് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട് എന്നാലോചിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചങ്കൂറ്റത്തോടെ പറയണത് ഇന്ന യുവതി, നമുക്കറിയാവുന്ന കാര്യമാണ്, അവരുടെ പേര് നമ്മൾ പറയണം എന്നുള്ളതാണത്. സ്ത്രീകളോട് ബഹുമാനം കാണിക്കണം വേണ്ടാണത്. അപ്പം ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ്. കുടുംബമായി ജീവിക്കുന്നവരുണ്ട്, കുടുംബിനികളുണ്ട്, നല്ല കുടുംബത്തിൽ പോകുന്നവരുണ്ട്, നല്ല പേരുണ്ടാക്കിയവരുണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഈ ഷോയിന് 7ാമതും വരേണ്ടതാണ്. 7ാമതും വരുമ്പോൾ ഇതിൽ പോകുന്നവരെല്ലാം മോശക്കാരികളാണ് എന്നുള്ള പ്രചരണം ഇപ്പോഴേ തുടങ്ങി വെച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാലോചിക്കേണ്ടതില്ലേ? കാരണം ഇത്രമാത്രം അഖിൽ മാരാർ, ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ പങ്കെടുത്തപ്പോൾ ഞങ്ങളുടെ ചാനൽ ഫുൾ സപ്പോർട്ടാണ് അഖിൽ മാരാർക്ക് കൊടുത്തതെന്ന് ആലോചിക്കണം. ആ ചെറുപ്പക്കാരന് 1ാം സമ്മാനം കിട്ടി. അതിൻ്റെ പേരിൽ മാത്രം അഖിൽ മാരാർ പ്രശസ്തനായി എന്നാലോചിക്കണം. ഒരു സിനിമ ചെയ്തു എന്നുള്ളത് വേറെ കാര്യം. അഖിൽ മാരാർ ഈ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ മാത്രമാണ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി നേടിയത്, പണമുണ്ടാക്കിയത്, ആരാധകരെ സൃഷ്ടിച്ചാലോചിക്കണം. അങ്ങനെയുള്ള അഖിൽ മാരാറാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമുകളിൽ ഈ അടുത്ത കാലത്ത് പങ്കെടുത്തിട്ടുണ്ട്, വേറെ ചാനലുകളിലും പങ്കെടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ചാനലിൽ പങ്കെടുക്കുമ്പോൾ ചിലർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അഖിൽ മാരാർ ഈ പറഞ്ഞ കാര്യങ്ങൾ
രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ ഷോയെക്കുറിച്ച് മോശമായി പറയുമ്പോൾ അതിലേത് അവതാരകൻ മോഹൻലാലാണെന്ന് ആലോചിക്കണം. തനിക്ക് രക്ഷപ്പെടാനുള്ള ചില ഭാഗത്ത് ഇതിൻ്റെ മുകളിലിരിക്കുന്ന ആളെക്കുറിച്ച് ആരോപണമില്ല, മറ്റുള്ളവരെക്കുറിച്ച് ആരോപണമില്ല, ചില ഭാഗങ്ങൾ മാത്രം ഒഴിച്ചിട്ട് പോകുമെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ ഷോ മോശമാണെന്ന് പറയുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് മോഹൻലാലിനെയാണ് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ മോഹൻലാൽ ഇതിൻ്റെ പേരിൽ ഒന്നിൽ മറുപടി പറയണം, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഈ ഷോയിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നു, അങ്ങനെയും ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്കറിയുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾക്കറിയാത്ത കാര്യം വരെ ഒന്നുകിൽ മോഹൻലാൽ തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഷോയിൽ നടക്കുന്ന വൃത്തികേടുകളുണ്ടോ, ഈ ഷോയിൽ ചെറുപ്പക്കാരെ ഭ്രാന്തന്മാരാക്കുന്നുണ്ടോ, മരുന്നുണ്ട്, അവിടെ പലതും നടക്കുന്നുണ്ട് എന്ന് മറന്നു കഴിയുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഷോയിലും ആ ബഹുമാനിക്കുന്ന ആൾക്കാരെ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ വർത്തമാനങ്ങളൊക്കെ അവരെ പ്രത്യേക രീതിയിലേക്കായിരിക്കും. മോഹൻലാലിനെ പോലെ പ്രശസ്തനായ ഒരു നടന് ഈ കറുത്ത ബ്ലാക്ക് മാർക്ക് ഇത്തരം ഷോയിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടവരെയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നുള്ളത്. ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം രണ്ട് വേർഷൻ ഞങ്ങൾ കാണും. ഒന്നുകിൽ ഈ ചാനലിൻ്റെ ഈ ഷോയുടെ കൂടുതൽ പ്രൊമോഷന് വേണ്ടി, കാരണം നല്ലത് പറഞ്ഞാൽ കാണില്ല. കാരണം ഇപ്പോൾ ഇതെന്ത് പറഞ്ഞാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം വേറൊരു വക്കീൽ ഇതിനെതിരെ കോടതിയിൽ പോയിട്ടൊരു കാര്യമില്ല. പക്ഷെ അതൊരു പബ്ലിസിറ്റിയാണ്, കൊടുത്ത ആൾക്കും ഒരു പബ്ലിസിറ്റിയാണെന്ന് ആലോചിക്കണം. അതിനുശേഷം ഇതിന് റേറ്റിംഗ് കൂടി. എനിക്കറിയാവുന്നത്, ഞാൻ ഈ ഷോ കാണുന്ന ഒരാളാണ്, പക്ഷേ ഈ ഷോ പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാറില്ല എന്നുള്ളത് വേറെ കാര്യം. എൻ്റെ ഇഷ്ടം മാത്രമല്ല, പക്ഷേ എനിക്കിഷ്ടമില്ലെങ്കിൽ ഈ ഷോ കാണുന്ന ധാരാളമുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കം ഈ ഷോ കാണുന്ന ധാരാളം, പ്രത്യേകിച്ച് നെഗറ്റീവ് വശങ്ങൾ വന്നതിന് ശേഷം സ്ത്രീകൾ ഈ ഷോ വേണ്ടെന്ന് വെച്ചിട്ടില്ല, പലരും കണ്ടുകൊണ്ടിരിക്കുന്നു ആലോചിക്കണം. അപ്പോൾ കൂടുതൽ പബ്ലിസിറ്റി ഇതിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാനുള്ള രീതിയിലാണ്, പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കാം അഖിൽ മാരാർ ഇപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞത്. അങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായി ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ വരുമാനം, അതിൻ്റെ പ്രതിഫലം പിന്നീട് കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതിന് ഇപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ അഖിൽ മാരാർ 100 ദിവസം പങ്കെടുത്ത ഒരാളാണ് കഴിഞ്ഞ സീസണിൽ. അപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ വ്യക്തമായിട്ട് പേര് സഹിതം ഇന്ന യുവതി, അല്ലെങ്കിൽ ഇന്ന ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഇന്ന ആള്, ആർക്ക് എവിടെ എന്തു സംഭവിച്ചു എന്ന് അവരുടെ പേര് സഹിതം പറയാനുള്ള തൻ്റെ ഇടം അഖിൽ മാരാർ എന്ന ചെറുപ്പക്കാരൻ കാണിക്കണ്ടേ? കാരണം തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ അഖിൽ മാരാരെ വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒരാളാണ്. കാരണം നല്ല ചെറുപ്പക്കാരാണ്, കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാറുണ്ട്, അങ്ങനെയുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഈ ആരോപണം പറയുമ്പോൾ പല കുടുംബങ്ങളിൽ വന്നവർ, ആ കുടുംബങ്ങളെല്ലാം വളരെ മോശമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്, അത് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്? വേറെ ചിലർ പറയുന്ന കാര്യങ്ങളുണ്ട് നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഇനി വേറെ ഏതെങ്കിലും ചാനലുകാർക്ക് വേണ്ടി ഈ ചാനലിനെ ഇകഴ്ത്താനോ താഴ്ത്തിക്കെട്ടാനാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ആരാ? ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അഖിൽ മാരാരാണ്. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഈ ബിഗ് ബോസ് പരിപാടിയുടെ ആൾക്കാരാണെന്ന് ആലോചിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പേര് പറയാതെ കാടടച്ച് വെടിവെക്കുന്ന പോലെ പ്രത്യേക യുവതികളുടെ പേര് പറയാത്തത് കൊണ്ട് തങ്ങൾക്ക് കൂടി അപമാനിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ യുവതികൾ പലരും അഖിൽ മാരാർക്കെതിരെ കേസുമായി കോടതിയിൽ പോകുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ വാർത്ത.